ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡോലുവിൻ്റെ അംഗനവാടി വിശേഷത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഫുള്ള് ഞാൻ വോയിസ് ഓവർ ആയിരുന്നു കൊടുത്തിരുന്നത്. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അവിടെ റിയൽ ആയിട്ട് നടക്കുന്ന സൗണ്ടും കാര്യങ്ങളും ഷൈനി ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നതും ഒക്കെ കേൾപ്പിക്കാമെന്നാണ്. അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ടീച്ചർ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൈനി ടീച്ചർ അവരെ പാട്ട് പഠിപ്പിക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതും ചോറ് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് നേരിട്ട് കാണാം. മാത്രമല്ല ഡോലു ക്ലാസ് റൂമിൽ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. സോ ഞാൻ അധികം വോയിസ് ഓവറും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അച്ഛനും അമ്മ എവിടെ പോയി പോവാം? ജോലിക്ക് പോയില്ല. എന്തിനാ അച്ഛൻ ജോലിക്ക് പോയത്? ഗൈസ്, ഇവിടെ ടീച്ചറും കുട്ടികളും ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഡോലു ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ടീച്ചറിൻ്റെ സ്കെച്ചെല്ലാം എടുത്ത് ഇവിടെയാണ് കളറടിക്കുന്നത്. യെസ്, ഗുഡ്, വെരി ഗുഡ്.
ഗൈസ്, അവിടെ പാട്ടും മത്സരമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഡോലു എന്ത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അവൻ ഒറ്റയ്ക്ക് വന്നിരുന്ന് കളറടിച്ച് പഠിക്കുകയാണ്. കാണിച്ചേ ദച്ചു വിടിരി, വാവയുടെ അടുത്തിരി. ആ എന്തോ പറഞ്ഞേ? നോനോന്ന് പറയില്ല കേട്ടോ. ആ ഇതാരാടി കച്ചേരി നിൽക്കുന്നേ? 7 months അംഗനവാടി വന്നു. ഇതെന്തുവാ കഴിക്കുന്നേ? ദച്ചു എന്തുവാ കഴിക്കുന്നേ? ഇലയപ്പം. ഡോലു എന്തുവാ കഴിക്കുന്നേ? ചിപ്സ്. കൊടുക്കൂ, അനിയത്തിക്ക് കൊടുക്കൂ. ഈ ഡോലു ഇന്ന് ചിപ്സ് ആയതുകൊണ്ട് ആർക്കൊന്നും കൊടുക്കുന്നില്ല. പാവം ദച്ചു വിഷമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നാളെ മിച്ചർ കൊണ്ടുവരും, ഞാൻ തരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ ടൈമായി. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സലാഡും മുട്ട പുഴുങ്ങിയതും പപ്പടവും ഫ്രൈഡ് റൈസുമായിരുന്നു. സോ മുട്ട പുഴുങ്ങിയത് നമ്മൾ പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് കൊടുത്താൽ അവർ ചിലപ്പോൾ അത് വേസ്റ്റാക്കി കളയാനുള്ള ചാൻസ് ഉണ്ട്. വീട്ടിലിരുന്ന് വാരിക്കൊടുത്തും പിറകെ ഓടി നടന്ന് കഴിപ്പിച്ചും ഒക്കെയുള്ള കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ഒരു എക്സ്പീരിയൻസും പരിശീലനവും ഒക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ ഷൈനി ടീച്ചറിനെ പറ്റി ഞാൻ അധികമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എൻ്റെ ബേബിയെ എടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്ക് നല്ല ക്ഷമയും സ്നേഹവും സഹകരണവും ഒക്കെയുള്ള ഒരു ടീച്ചറാണ് ഷൈനി ടീച്ചർ. വീട്ടിൽ ഒരാളെ മാത്രം നോക്കുമ്പോൾ ഉള്ള കുരുത്തക്കേടും ബുദ്ധിമുട്ടും പിന്നാലെ ഓടുന്നതും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഒരേ സമയം ഈ 20-25 പേരെ രാവിലെ മുതൽ വൈകിട്ട് വരെ നോക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല. എല്ലാ കുഞ്ഞുങ്ങളുടെയും ആദ്യത്തെ ഗുരുവാണ് നഴ്സറി ടീച്ചേഴ്സ്. സോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ആദ്യ ഗുരുവാണ് ഷൈനി ടീച്ചർ. ഈ ഒരു വീഡിയോയിലൂടെ എത്ര വളർന്നാലും വലിയ കുട്ടികളായാലും അവരവരുടെ ഷൈനി ടീച്ചറിനെ ഒരിക്കലും മറക്കില്ല. ഇതേ നോക്കിയേ, ഒരു സൈഡ് ഫുൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവും. ബാക്കിലിരുന്ന കസേരയിൽ ആളെ കാണാനില്ല. അപ്പോഴത്തേക്കും അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഒരു പരാതിയും കൊണ്ടുവരും. അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പുറത്തുള്ള ഒരാൾ അടുത്ത കംപ്ലൈൻറ്റും കൊണ്ടുവരും. എന്തായാലും ഷൈനി ടീച്ചറിനെ സമ്മതിച്ച് തന്നെ തന്നേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 3rd ഡേയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസിൻ്റെയൊക്കെ ക്ലിപ്സാണ് ഈ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്ളോഗായിട്ട് ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഇതും കൂടി അങ്ങ് ആഡ് ചെയ്യുകയാണേ. സോ 3ാമത്തെ ദിവസം അവിടുത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ചോറും പരിപ്പും പപ്പടവും പിന്നെ ഒരു പയർ മെഴുക്കുവരട്ടിയുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ആരും തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. സോ അവർ കൊടുക്കുന്ന ഫുഡ് ഫുള്ളും കഴിക്കും. ആരെങ്കിലും ഫുഡ് കഴിക്കാതെ കുറച്ച് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ടീച്ചറോ ആ ചേച്ചിയോ ഒക്കെ വാരിക്കൊടുത്ത് സ്നേഹത്തോടെ അവരെ ഫുള്ളും കഴിപ്പിക്കുന്നതായിരിക്കും. ഡോലുവിന് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അത് അവൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, അമ്മച്ചി പോയത് അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാനും ബേബി അവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് ആ ഒരു മിസ്സിങ് അവൻ ഇതുവരെ കാണിച്ചിട്ടില്ല. നാളെ തൊട്ട് എന്തായാലും നമ്മൾ കൂടെ നിൽക്കില്ല. രാവിലെ കൊണ്ടാക്കിയിട്ട് പോകും, പിന്നെ വൈകിട്ട് വിളിക്കാൻ വരത്തേ ഉള്ളൂ. അപ്പോൾ ഇന്നും കൂടെ ഡോലൂസിൻ്റെ കളികളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഇന്നെന്തായാലും നല്ല മൂഡിലായിരുന്നു. സോ ദേ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാണണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോയി കൈ കഴുകി വെള്ളം കുടിച്ച് നേരെ ഈ മോളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല.
പാവം ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ബേബിയെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കി പേടിപ്പിക്കുകയാണോ, എന്താണ് ആ എക്സ്പ്രഷൻ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, രാവിലത്തെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി നൈസായിട്ട് ഡോലുവിനെ അവിടെ ആക്കിയിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെയും കളറടിയുടെയും ഒക്കെ ഇടയിൽ അവൻ അമ്മച്ചിയുടെ കാര്യം ഓർത്തതേ ഇല്ല. ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് അമ്മച്ചി എന്തിയേന്ന് ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ ആരോടും ചോദിക്കാതെ തന്നെ ഇറങ്ങി ആരുടെയോ ഒരു ചെരുപ്പ് വിട്ട് ഗേറ്റ് തുറന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആള്. ഇത് സെക്കൻഡ് ഡേയിൽ നടന്ന സംഭവമാണേ. സോ കുട്ടികളൊക്കെ ഓരോന്നായി ഉറങ്ങി തുടങ്ങി. നമ്മുടെ ഡെല്ലൂസ് ഓൾറെഡി ഉറങ്ങി, ഡോലു ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. സോ നമ്മളിപ്പോൾ പപ്പ വിളിക്കാൻ വരും, നമ്മൾ പോവുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.